ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ സാഹിത്യ ജീവിതം പരിചിതമാണ്. കാരണം അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങൾ ഏറെയുണ്ട്. എന്നാൽ പൊതുപ്രവർത്തന ജീവിതത്തെ ആഴത്തിൽ പരാമർശിക്കുന്ന പുസ്തകങ്ങൾ വിരളമായതുകൊണ്ടായിരിക്കാം പൊതുപ്രവർത്തകനായ എസ് കെ അക്ഷരപ്രേമികൾ അറിയാതെ പോയത്. എസ് കെ പൊറ്റക്കാട് രാഷ്ട്രീയ സഞ്ചാരപഥം എസ് കെയുടെ രാഷ്ട്രീയ വശം അനാവരണം ചെയ്യുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. മലയാള സർവകലാശാല പ്രായത്തെ അതിജീവിച്ച വളർച്ച നേടിയിരിക്കുകയാണെന്ന് മന്ത്രി എം കെ മുനീർ. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണ നൽകുമെന്നും മന്ത്രി. എസ് കെ പൊറ്റക്കാടിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ടെന്ന് പിണറായി വിജയൻ. എസ് കെ പൊറ്റക്കാട് രാഷ്ട്രീയ സഞ്ചാരപഥം പ്രകാശനം ചെയ്തു. സഹകരണ ബാങ്കിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. ജില്ലാ സഹകരണ ബാങ്കിന്റെ സംസ്ഥാന സഹകരണ അവാർഡുകൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. എസ് കെ പൊറ്റക്കാടിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും കൂടുതൽ നല്ല രീതിയിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. എസ് കെ പൊറ്റക്കാട് ജന്മശതാബ്ദിയുടെ ഭാഗമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച എസ് കെ പൊറ്റക്കാട് രാഷ്ട്രീയ സഞ്ചാരപഥം പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് കെ പൊറ്റക്കാടിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിക്കുന്ന PMV പണിക്കർ രചിച്ച എസ് കെ പൊറ്റക്കാട് രാഷ്ട്രീയ സഞ്ചാരപഥം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പിണറായി വിജയൻ നിർവഹിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് കെ പൊറ്റക്കാടിന്റെ മകൾ സുമിത്ര ജയപ്രകാശ് പുസ്തകം സ്വീകരിച്ചു. എസ് കെ പൊറ്റക്കാടിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും കൂടുതൽ നല്ല രീതിയിലുള്ള പഠനം നടക്കേണ്ടതുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എസ് കെയെ ആദരിക്കുകയും സ്മരിക്കുകയും വഴി നമ്മുടെ ചരിത്രത്തെ തന്നെയാണ് ആദരിക്കുന്നതും ഓർക്കുന്നതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എസ് കെയുടെ യാത്രാ വിവരണങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളെ തന്നെ ആ രാജ്യത്തിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. നമ്മൾ പൊറ്റക്കാടിനെ സ്മരിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തെ തന്നെ നാം സ്മരിക്കുകയാണ്. അദ്ദേഹത്തെ ഇത്തരം കൃതികളിലൂടെ ആദരിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തെ തന്നെ ആദരിക്കുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി സുകുമാരൻ പുസ്തകം പരിചയപ്പെടുത്തി. കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് പ്രഭാഷണം നടത്തി. ഫിയാസ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ, UK കുമാരൻ, SPCS ഡയറക്ടർ ജാനമ്മ കുഞ്ഞുണ്ണി, TV ബാലൻ, TV രാമചന്ദ്രൻ, ചെലവൂർ വേണു, VT സുരേഷ്, ഡോക്ടർ U ഹേമന്ത് കുമാർ, ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ, KS വെങ്കിടാചലം തുടങ്ങിയവർ സംബന്ധിച്ചു. PMV പണിക്കർ മറുപടി പ്രസംഗം നടത്തി. മലയാളം സർവകലാശാല പ്രായത്തെ അതിജീവിച്ച വളർച്ച നേടിയിരിക്കുകയാണെന്നും സർവകലാശാലയുടെ പ്രവർത്തനത്തിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി എം കെ മുനീർ. മലയാളം സർവകലാശാലയുടെ 2ാം സ്ഥാപക ദിനത്തിന്റെ ഉദ്ഘാടനം ടാഗോർ സെന്റിനറി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളം സർവകലാശാലയുടെ 2ാം സ്ഥാപക ദിനം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ടാഗോർ സെന്റിനറി ഹാളിൽ 2 ദിവസങ്ങളായി നടക്കുന്ന പരിപാടി മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. മലയാള സർവകലാശാല പ്രായത്തെ അതിജീവിച്ച് വളർച്ച നേടിയിരിക്കുകയാണെന്നും സർവകലാശാലയുടെ പ്രവർത്തനത്തിന് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. ഇതിൽ സമൂഹത്തിന് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കാനുള്ള ധൈര്യം അത് ശ്രീ ജയകുമാറിന് മാത്രം സാധിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്.
MLA സി മമ്മൂട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓൺലൈൻ നിഘണ്ടു പ്രൊജക്ട് സമാരംഭത്തിന്റെ ഉദ്ഘാടനം മലയാളം സർവകലാശാലയുടെ ഭാഷാശാസ്ത്രം പ്രൊഫസർ ഡോക്ടർ എം ശ്രീനാഥൻ നിർവഹിച്ചു. സർവകലാശാലയുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ MGS നാരായണൻ നിർവഹിച്ചു. യൂണിയൻ ചെയർമാൻ ദിനു, വൈസ് ചാൻസലർ കെ ജയകുമാർ, KV ഉമ്മർ ഫാറൂഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന എഴുത്തച്ഛൻ പ്രഭാഷണത്തിൽ ഭാഷാഘാതവും വൈവിധ്യവും ഭാഷയുടെ ഭാവി എന്ന വിഷയത്തിൽ ഡോക്ടർ ഗണേഷ് N. ദേവി സംസാരിച്ചു. മലയാള സർവകലാശാലയുടെ പ്രവർത്തനങ്ങളും പ്രതീക്ഷയും എന്ന വിഷയത്തിൽ പൊതുസംവാദവും സംഘടിപ്പിച്ചിരുന്നു. സഹകരണ ബാങ്കിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റം അനിവാര്യമാണെന്നും ബാങ്കിംഗ് മേഖലയിൽ ആധുനിക സൗകര്യമൊരുക്കുമെന്നും സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സഹകരണ അവാർഡ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റം അനിവാര്യമാണെന്നും 2015 കൂടി ജനങ്ങൾക്കുള്ള ആധുനിക സൗകര്യങ്ങൾ 14 ജില്ലാ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ ഉൾപ്പെടുത്തുമെന്നും സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമാരായിരുന്ന സഹകാരികളുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ എല്ലാ അർത്ഥത്തിലും നമ്മളിപ്പോ മറ്റുള്ള ദേശീയ ബാങ്കുകൾ അതിൽ തന്നെ ഏതെല്ലാം ആധുനിക സംവിധാനം ബാങ്കിംഗ് മേഖല വേണോ അതെല്ലാം പരിപൂർണമായി രംഗത്ത് ഈ 2014 അവസാനിക്കുന്നതോടുകൂടി 15 കൂടിയിട്ട് നമ്മുടെ 14 ജില്ലാ ബാങ്കുകൾ എല്ലാ സംവിധാനം ഒരു ബാങ്കിൽ വേണ്ട എല്ലാ സംവിധാനം കക്ഷികൾക്ക് പെട്ടെന്ന് സൗകര്യപ്രദമായ ഡൽഹിയിൽ നിന്നിട്ട് പണം മേടിക്കാൻ സൗകര്യപ്രദമാകുക. ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്ന് ആയാലും മേടിക്കാനുള്ള സൗകര്യം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ബാങ്കിംഗ് മറ്റുള്ള ബാങ്കുകൾക്ക്. സംസ്ഥാനത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിന് സഹകരണ മേഖലയുമായി കൈകോർക്കുമെന്ന് പറഞ്ഞ മന്ത്രി വൈദ്യുത സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും സോളാർ പാനൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. കോഴിക്കോട് സഹകരണ ബാങ്കിന്റെ സംസ്ഥാനത്തെ മികച്ച സഹകാരികൾക്കുള്ള EV കുമാരൻ സ്മാരക അവാർഡ് കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് C. കാപ്പന് സമ്മാനിച്ചു. മികച്ച സഹകാരിക്കുള്ള T. ഗോപാലൻ മാസ്റ്റർ സ്മാരക അവാർഡ് സാമൂഹ്യനീതി മന്ത്രി MK മുനീർ ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ES ജെയിംസിന് നൽകി. കൂടാതെ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് E. രാജഗോപാലൻ നായരുടെ പേരിലുള്ള ജില്ലയിലെ മികച്ച സഹകരണ ബാങ്കുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകൾ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്, കടത്തനാട്ട് പ്രവാസി ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വടകര ടൗൺ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി, കാരശ്ശേരി പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം, ചോമ്പാല കേരള ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അന്നശ്ശേരി കയർ വ്യവസായ സഹകരണ സംഘം, കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി, മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘം, മടപ്പള്ളി ഫിഷറീസ് ഡെവലപ്മെന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നീ സ്ഥാപനങ്ങൾക്കു ലഭിച്ചു. ചടങ്ങിൽ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സാമൂഹ്യനീതി മന്ത്രി MK മുനീർ, അഡ്വക്കേറ്റ് I. മൂസ, BP പിള്ള, സഹകരണ വകുപ്പ് അഡീഷണൽ രജിസ്ട്രാർ KV സുരേഷ് ബാബു, K. നാരായണൻ, അബ്ദുൾ മുജീബ് C, P. പ്രദീപ് കുമാർ, KA ഗാദർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കീനാലൂർ എസ്റ്റേറ്റ് ഭൂമി മുറിച്ചു വിൽക്കുന്നത് കേരള ലാൻഡ് റിഫോം ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണെന്ന് അഡ്വക്കേറ്റ് PTS ഉണ്ണി. ഇതിനെതിരെ താൻ ഫയൽ ചെയ്ത ഹർജിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടതായും ഹർജിക്കാരൻ അഡ്വക്കേറ്റ് PTS ഉണ്ണി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിന്റെ കൈവശമുള്ള ഏകദേശം 300 ഏക്കർ പ്ലാന്റേഷൻ ഭൂമി മുറിച്ചു വിൽക്കുന്നത് നിയമപ്രകാരം അനുവദനീയമല്ല. എന്നാൽ താമരശ്ശേരി, ബാലുശ്ശേരി രജിസ്റ്റർ ഓഫീസുകളിൽ 200-ൽ പരം വിൽപ്പന ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് വലിയൊരു ഭാഗം പ്ലാന്റേഷൻ ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിലാണ് അന്വേഷണ ഉത്തരവ് വന്നിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് PTS ഉണ്ണി പറഞ്ഞു. അത് മുറിച്ചു വിൽക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ച് അതിന് മുറിച്ചു വിൽക്കുന്നതിന് ഒത്താശ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി രാഷ്ട്രീയക്കാരുടെയും കാര്യങ്ങൾ ഇന്ന് തുറന്നു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതും പോക്കുവരവ് നടത്തുന്നതും നിയമവിരുദ്ധമാണെങ്കിലും ഇതിനെതിരെ നടപടികൾ എടുക്കാതിരിക്കാൻ ജില്ലാ കളക്ടർക്കുമേൽ സമ്മർദ്ദമുണ്ടെന്നും ജില്ലാ രജിസ്ട്രാറും ബാലുശ്ശേരി താമരശ്ശേരി സബ് രജിസ്ട്രാർമാരും ഈ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും ഹർജിക്കാരൻ ഭാഗം വക്കീൽ അഡ്വക്കേറ്റ് PK ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ കോഴിക്കോട് കടപ്പുറത്ത് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രസിഡന്റ് രമാബെൻ മുഖർജിയുടെയും സെക്രട്ടറി രമേശ് ദത്താണിയുടെയും നേതൃത്വത്തിലായിരുന്നു കൂട്ടയോട്ടം നടത്തിയത്. സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഗുജറാത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കോഴിക്കോട് കടപ്പുറത്ത് കൂട്ടയോട്ടം നടത്തി. പട്ടേലിന്റെ ജന്മദിനം ദേശീയ അഖണ്ഡതാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രസിഡന്റ് രമാബെൻ മുൽജിൻ, സെക്രട്ടറി രമേശ് ദത്താണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി കടപ്പുറത്ത് ശുചീകരണ പ്രവൃത്തികളും നടന്നിരുന്നു. വൈസ് പ്രസിഡന്റ് രാജേന്ദ്ര ഭട്ട്, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കാളികളായി. തുടർന്ന് വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിന് ബി.ജെ.പി. സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നത് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ കുറച്ചു കാണിക്കാനാണെന്ന് മുൻ മന്ത്രി അഡ്വക്കേറ്റ് പി. ശങ്കരൻ. ഇന്ദിരാഗാന്ധിയുടെ 30ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഡി.സി.സി. ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിന് ഏറെ പ്രാധാന്യം നൽകി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ കുറച്ചു കാണുകയാണ് ബി.ജെ.പി. സർക്കാരെന്ന് മുൻ മന്ത്രി അഡ്വക്കേറ്റ് പി. ശങ്കരൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ 30ാം ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വരെ ബി.ജെ.പി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിച്ചതായി നമുക്കാൻ പറയുക. ഈ 100ാം ജന്മദിനം ഇന്ന് രാഷ്ട്രം ആഘോഷിക്കുന്നു. നാം അവസരത്തിൽ അഭിമാനം കൊള്ളുന്നു. കാരണം ഇന്ത്യയിലെ 600-ൽ പരം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തിരിക്കുന്ന മന്ത്രി, ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറെ ആദരവോടുകൂടിയാണ് രാഷ്ട്രം നോക്കിക്കാണുന്നത്. രാവിലെ കോഴിക്കോട് ഡി.സി.സി. ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡി.സി.സി. വൈസ് പ്രസിഡന്റ് യു രാജീവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കെ.പി.സി.സി. സെക്രട്ടറി കെ. ജയന്ത്, ഡി.സി.സി. ജനറൽ സെക്രട്ടറി ഐ. മൂസ, ഡി.സി.സി. ഭാരവാഹികളായ ഡോക്ടർ പി. കെ. ചാക്കോ, മനോളി ഹാഷിം, കെ. രാമചന്ദ്രൻ, കൌൺസിലർ സി. കെ. സത്യഭാമ, കെ. രാമചന്ദ്രൻ മാസ്റ്റർ, സി. മാധവദാസ്, അഡ്വക്കേറ്റ് കാർത്യായനി, പി. ടി. ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കാദംബരി തിയേറ്റേഴ്സിന്റെ പുതിയ നാടകമായ ഇന്ദ്രനിലത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന റിഹേഴ്സൽ ക്യാമ്പ് സിനിമാ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കാദംബരി തിയേറ്റേഴ്സിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ നാടകം ഇന്ദ്രനീലത്തിന്റെ റിഹേഴ്സൽ ആരംഭിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ സന്തോഷ് പണ്ഡിറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മള് ശരിക്കും 8ഉം 10ഉം ടേക്ക് എടുത്ത് ഈ സിനിമയിൽ ഡയലോഗ് പറയുന്ന നടന്മാരൊക്കെയാണ് ഇവിടെ വലിയ സംഭവങ്ങളുള്ളത്. ഇവിടെ കയ്യും കാര്യം കാണിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളൊക്കെ അവർക്കൊക്കെ വേണ്ടി ട്രാൻസ്പോർട്ടേഷനും അവർക്ക് വേണ്ടി ക്ഷേത്രമൊക്കെ നിർമ്മിക്കാൻ ഇവിടെ ആളുകൾ വളരെ ജാഗ്രതയിലാണ്. യഥാർത്ഥത്തിൽ അവരൊന്നും അല്ല
എല്ലാ വിധത്തിലും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റേണ്ടതും ജനങ്ങൾ ആശ്വാസം വേണ്ടതും അവർക്കല്ല. ലൈവിൽ നാടകം ചെയ്യുന്ന നിങ്ങളെ പോലത്തെ കലാകാരന്മാരെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്, കൂടുതൽ ആദരിക്കേണ്ടത് പറയാനാണ്. റിഹേഴ്സൽ ക്യാമ്പിനോടനുബന്ധിച്ച് പഴയകാല നാടക പ്രവർത്തകരെ ആദരിച്ചു. ആർട്ടിസ്റ്റ് സുജാതൻ, കുട്ടിയടുത്തി വിലാസിനി, വിൽസൺ സാമുവൽ, ദേവൻ, ചന്ദ്രൻ മലാപ്പറമ്പ്, അശോകൻ, രാരിച്ചുട്ടി, നാസർ വർണിക, ഉത്തം കുമാർ, മെഹബൂബ്, പ്രകാശൻ, എം പുത്തൂർ, പൂച്ചാക്കൽ ഷാഹുൽ, മാത്യു അഗസ്റ്റിൻ, പാലാട്ട് സാമിക്കുട്ടി, മാധവൻ കുന്നത്തറ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സുന്ദരൻ കല്ലയ്യാണ് ഇന്ദ്രനീലത്തിന്റെ സംവിധായകൻ. വെങ്ങളത്തിന്റെയും പുതുതായി നിർമ്മിക്കുന്ന കോരപ്പുഴ പാലത്തിന്റെയും ഇടയിൽ VK റോഡിൽ ബൈപ്പാസിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ബൈപ്പാസ് പ്രവേശന അവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ ബൈപ്പാസിനു വേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്ത പ്രദേശത്തുകാർ ഹൈവേയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭൂഷണമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. VK റോഡ് പ്രദേശവാസികൾക്ക് ബൈപ്പാസിൽ പ്രവേശിക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോഴിക്കോട് സിറ്റിയിൽ പോയി വരണമെങ്കിൽ 6 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യണം. ഇപ്പോൾ 14 കിലോമീറ്റർ ഉള്ളത് 20 കിലോമീറ്ററായി കൂടും. വെങ്ങളത്തിന്റെയും കോരപ്പുഴയുടെയും ഇടയിൽ എല്ലായിടത്തും ബൈപ്പാസിലേക്ക് പ്രവേശനമില്ലെങ്കിലും VK റോഡ് പരിസരത്ത് ബൈപ്പാസിലേക്ക് കവാടം അനുവദിക്കണമെന്നാണ് ബൈപ്പാസ് പ്രവേശന അവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ഒരു പ്രാവശ്യം വന്നു പോകണമെങ്കിൽ 6 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതുകൊണ്ട് ബൈപ്പാസിന്റെ വെങ്ങളത്തിന്റെയും കോരപ്പുഴയും ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് പ്രവേശിക്കാനുള്ള ഒരു പെർമിഷൻ തരണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് PWD ഓഫീസിന് സമീപം ബഹുജന ധർണ നടത്തും. നവംബർ 1 നടക്കുന്ന ധർണ K. ദാസൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രമുഖർ പങ്കെടുക്കുമെന്നും അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചാലപ്പുറത്ത് വർഷങ്ങളായി കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന സൗജന്യ ട്രാഫിക് ദിനചര്യയ്ക്ക് സുന്ദരന് ആദരം. നാറ്റ്പാക്കിന്റെ ആഭിമുഖ്യത്തിലാണ് ചാലപ്പുറം സഹകരണ ബാങ്ക് പരിസരത്ത് സുന്ദരനെ ആദരിച്ചത്. സൗത്ത് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് സുന്ദരന് ട്രാഫിക് ജാക്കറ്റും പുരസ്കാരങ്ങളും സമ്മാനിച്ചു. മനസ്സിൽ നിറഞ്ഞ നന്മയുമായി വിദ്യാർത്ഥിനികളുടെ കാവലാളായി പ്രവർത്തിക്കുന്ന ചാലപ്പുറത്തെ സുന്ദരേട്ടന് നാറ്റ്പാക്കിന്റെ ആദരം. കുടുംബം പോറ്റാൻ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ചാലപ്പുറം കൊടുങ്ങഴി വീട്ടിൽ K. സുന്ദരൻ എന്ന നാട്ടുകാരുടെ സുന്ദരേട്ടന് വർഷങ്ങളായി റോഡിലെ ട്രാഫിക് നിയന്ത്രണം ദിനചര്യയാണ്. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് 3:30 മുതൽ 2 മണിക്കൂർ ഈ 59കാരൻ ചാലപ്പുറം സഹകരണ ബാങ്ക് ജംഗ്ഷനിലുണ്ടാകും. ചാലപ്പുറം ഗവൺമെന്റ് ഗണപതി ഗേൾസ്, ചാലപ്പുറം അച്യുതൻ ഗേൾസ് എന്നീ സ്കൂളുകളിൽ നിന്ന് വൈകിട്ട് വീടുകളിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥിനികളെ ജാഗ്രതയോടെ ബസ്സുകളിൽ കയറ്റിവിടുകയെന്നതാണ് ഇദ്ദേഹത്തിന്റെ ദൌത്യം. ആരിൽ നിന്നും നായാ പൈസ പ്രതിഫലം വാങ്ങാതെ കഴിഞ്ഞ 6 വർഷമായി സുന്ദരേട്ടൻ റോഡിലെ ദൌത്യം തുടരുന്നു. ഡസൻ കണക്കിന് സിറ്റി ബസ്സുകൾ പോകുന്ന ഈ റൂട്ടിൽ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥിനികളെ കണ്ടാൽ ബസ് നിർത്താത്ത അവസ്ഥയുണ്ടായിരുന്നു. 7 വർഷം മുൻപ് ചാലപ്പുറം രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ രംഗത്തിറങ്ങി. തുടക്കത്തിൽ നാട്ടുകാർ സംഘം ചേർന്ന് ബസ് തടഞ്ഞാണ് വിദ്യാർത്ഥികളെ കയറ്റിയിരുന്നത്. ബസ് ജീവനക്കാർ മെരുങ്ങിയപ്പോൾ പ്രദേശവാസിയായ വേലായുധനും സുന്ദരനും ഈ ദൌത്യം ഏറ്റെടുത്തു. 2 വർഷം മുൻപ് വേലായുധൻ മരിച്ചതോടെയാണ് മുഴുവൻ ചുമതല സുന്ദരന്റെ ചുമതലയിലായത്. നിരവധി പ്രദേശവാസികളുടെ കാറുകളിൽ ഡ്രൈവറായി പോകുന്ന ഇദ്ദേഹം വൈകിട്ട് 3 മണിക്ക് മുമ്പ് വീട്ടിലെത്തും. പിന്നെ 2 മണിക്കൂർ റോഡിലാവും ഡ്യൂട്ടി. റോഡിൽ സുന്ദരേട്ടന്റെ തലവട്ടം കണ്ടാൽ ഏത് കടുംപിടുത്തക്കാരനായ ഡ്രൈവറും ബസ് നിർത്തും. ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം ഉദ്യോഗസ്ഥനായ PX മാത്യു കഴിഞ്ഞ 1 വർഷമായി സുന്ദരന്റെ സൗജന്യ സേവനം നിരീക്ഷിച്ചു വരികയായിരുന്നു. നാറ്റ്പാക്കിന്റെ ആഭിമുഖ്യത്തിൽ ചാലപ്പുറം സഹകരണ ബാങ്ക് ജംഗ്ഷനിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ സൗത്ത് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് സുന്ദരന് ട്രാഫിക് ജാക്കറ്റും പുരസ്കാരവും സമ്മാനിച്ചു. കർമ്മ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C. ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. നാറ്റ്പാക് പ്രതിനിധി PX മാത്യു, ചാലപ്പുറം രക്ഷാസമിതി പ്രസിഡന്റ് പടിയേരി ഗോപാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി V. സജീവൻ, സിനു എന്നിവർ സംസാരിച്ചു. സ്റ്റാർട്ടപ്പ് വില്ലേജിലേക്കും സ്മാർട്ട് ക്ലാസ് റൂമിലേക്കുമൊക്കെ മാറുന്ന വിജ്ഞാന വിപ്ലവത്തിന്റെ കാലത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി MK മുനീർ. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കേരള സർക്കാർ പുതുതായി അനുവദിച്ച ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന്റെയും മാനേജ്മെന്റ് വക ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി പുതിയ സ്മാർട്ട് ക്ലാസുകളുടെയും ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. സ്റ്റാർട്ടപ്പ് വില്ലേജുകളിലേക്കും സ്മാർട്ട് ക്ലാസ് റൂമിലേക്കുമൊക്കെ മാറുന്ന വിജ്ഞാന വിപ്ലവത്തിന്റെ കാലത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിന് മാറ്റം വരണം. പുതിയ സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ് പിന്തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് കാലാവധിക്ക് മുമ്പ് ഇനിയും നല്ല കോഴ്സുകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിത്തരുന്നതിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.
VHSE സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം കൗൺസിലർ ബ്രസീലിയ ഷംസുദ്ദീൻ നിർവഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് N. ഉമ്മർ കോയ അധ്യക്ഷം വഹിച്ചു. VHSEയിൽ 1 ഹയർ സെക്കൻഡറിയിൽ 3 സ്മാർട്ട് ക്ലാസുകളാണ് തുടങ്ങിയത്. NSS പ്രോഗ്രാം ഓഫീസർ KR സ്വാബിൻ, അധ്യാപികയായ ഡോക്ടർ ശാലീന ബീഗം എന്നിവർക്ക് മന്ത്രി ഉപഹാരം സമർപ്പിച്ചു. +1 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം സ്കൂൾ മാനേജർ KV കുഞ്ഞാമുത്ത് നിർവഹിച്ചു. CP ആമിന, KM അബ്ദുൾ സാദിഖ്, KM റഷീദ ബീഗം, PM ശ്രീദേവി, PM മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ആധുനിക ശുചിത്വ മത്സ്യ മാർക്കറ്റുകളുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തി പയ്യോളിയിൽ നിർമ്മിച്ച മത്സ്യ മാർക്കറ്റിന്റെയും തീരദേശ വാർഡുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെയും പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി K. ബാബു നിർവഹിച്ചു. തീരദേശ മേഖലയിലെ ഭൂരഹിതർക്കും വീടില്ലാത്തവർക്കുമായി സംസ്ഥാന സർക്കാർ 490 ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തീരദേശ മേഖലയിലെ ഭൂരഹിതർക്കും വീടില്ലാത്തവർക്കുമായി സംസ്ഥാന സർക്കാർ 49 കോടി രൂപ ചിലവഴിച്ച് 490 ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്ന് എക്സൈസ് തുറമുഖ വകുപ്പ് മന്ത്രി K. ബാബു പറഞ്ഞു. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ആധുനിക ശുചിത്വ മത്സ്യ മാർക്കറ്റുകളുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തി പയ്യോളിയിൽ നിർമ്മിച്ച മത്സ്യ മാർക്കറ്റിന്റെയും തീരദേശ വാർഡുകൾക്കുള്ള കുടിവെള്ള വിതരണ പദ്ധതിയുടെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് 75% പുനഃസ്ഥാപിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. പയ്യോളിയിൽ മിനി ഹാർബർ പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജില്ലയിൽ 144 ടോയ്ലറ്റുകൾ തീരദേശ വികസന കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ശുചിത്വം, റോഡ് വികസനം, ഭവന നിർമ്മാണം, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുൾപ്പെടെ ജില്ലയിൽ 28 കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. പച്ച മത്സ്യ വിപണനത്തിന് സ്ലാബ്, ഡ്രെയിൽ, സിങ്ക് എന്നീ സൗകര്യങ്ങളോടെ 23 ഡിസ്പ്ലേ സ്ലാബുകൾ, IC യൂണിറ്റ്, ടോയ്ലറ്റ്, വിശ്രമമുറി, ഓഫീസ് എന്നിവ ഉൾപ്പെടുത്തിയാണ് മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പയ്യോളി ഗ്രാമപഞ്ചായത്തിലെ 14, 15, 16, 17, 18 വാർഡുകളിൽ 86 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ K. ദാസൻ MLA അധ്യക്ഷം വഹിച്ചു. പയ്യോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT സിന്ധു, തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ അനിൽ കളത്തിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ അബ്ദുറഹിമാൻ, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ PM മറിയം ഹസീന, പഞ്ചായത്ത് അംഗങ്ങളായ P. ബാലകൃഷ്ണൻ, CP ഫാത്തിമ, KK പ്രേമൻ, BK അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ 12-ന് നടത്തുന്ന ദേശീയ ബാങ്ക് പണിമുടക്കിനോടനുബന്ധിച്ച് നഗരത്തിലെ വിവിധ ബാങ്കുകൾക്ക് മുൻപിൽ ജീവനക്കാർ പ്രകടനം നടത്തി. പത്താം ഉഭയകക്ഷി കരാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അടുത്ത മാസം 12-ന് ബാങ്ക് പണിമുടക്കുന്നത്. 10ാം ഉഭയകക്ഷി കരാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് 12-ന് നടത്തുന്ന ദേശീയ ബാങ്ക് പണിമുടക്കിനോടനുബന്ധിച്ച് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ വിവിധ ബാങ്കുകൾക്ക് മുൻപിൽ ജീവനക്കാർ പ്രകടനങ്ങൾ നടത്തി. കോഴിക്കോട് മാനാഞ്ചിറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മുൻപിലും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കാലാവധി തീർന്ന ശമ്പള കരാർ കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. PK ലക്ഷ്മിദാസ്, KV സൂരി, T. രവീന്ദ്രൻ നായർ, A. രാഘവൻ, MD ഗോപിനാഥ്, K. വിജയൻ, K. രാജീവ്, CK ശിവദാസ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ഇന്ത്യക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും സന്നദ്ധരായ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ യഥാർത്ഥ ചരിത്രം പ്രധാനമന്ത്രിക്ക് അവഗണിക്കാനാവില്ലെന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ അഭിപ്രായപ്പെട്ടു. മുസ്ലിങ്ങളുടെ ദേശസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞതോ ശരി എന്ന തലക്കെട്ടിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രം തമസ്കരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെ പുകഴ്ത്തി പറഞ്ഞതെന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ അഭിപ്രായപ്പെട്ടു.
ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭീകരവാദികളുടെ താളത്തിനൊത്ത് തുള്ളുന്നവരല്ലെന്നും അവർ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം പ്രധാനമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന തലക്കെട്ടിൽ കോഴിക്കോട് ടൗൺഹാളിൽ നടത്തിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര വസ്തുതകളെ മുഴുവൻ തമസ്കരിച്ച് മുസ്ലിങ്ങളെ ഇന്ത്യയുടെ ശത്രുക്കളായി ചിത്രീകരിച്ച് അധികാരത്തിലേക്കുള്ള പാലം വെട്ടിയ സവർണ ഫാസിസ്റ്റുകൾക്ക് പോലും ഗത്യന്തരമില്ലാത്ത ഈ സത്യം അംഗീകരിക്കേണ്ടി വരുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ഭീകരവാദം ദേശവിരുദ്ധവും മതവിരുദ്ധവും മാനവവിരുദ്ധവുമായതിനാൽ മതബോധമുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരപ്രസ്ഥാനങ്ങളെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്തഫ തൻവീർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കാലിക്കറ്റ് ഹെറിറ്റേജ് ഫോറം KV കൃഷ്ണയ്യർ എൻഡോമെന്റ് ലെക്ചർ സംഘടിപ്പിക്കുന്നു. ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ഐഡന്റിറ്റീസ് ആൻഡ് അഫിലിയേഷൻസ് ചേഞ്ചിങ് പ്രിസെപ്ഷൻസ് ഓഫ് കേരള എന്ന വിഷയത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ കേശവൻ വെളുത്താട്ട് സംസാരിക്കും. നവംബർ 3 KP കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ MGS നാരായണൻ അധ്യക്ഷനായിരിക്കും. MK രാഘവൻ MPയും സംബന്ധിക്കും. രസവികൽപ്പ നൃത്തോത്സവം നവംബർ 1 മുതൽ 10 വരെ ചാവറ കൾച്ചറൽ ഹാളിൽ നടക്കും. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന കുച്ചിപ്പുടി ശില്പശാല പ്രശസ്ത നർത്തകരായ മഞ്ജു ഭാർഗവിയും ഉദയകാന്തും നയിക്കും. നവംബർ 1 മുതൽ 7 വരെയാണ് ശില്പശാല. ഓരോ ദിവസവും രാവിലെ 6:30 മുതൽ 8 വരെയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുമാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. പ്രശസ്ത നർത്തകികൾ രസവികൽപ്പത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പ്രായോഗികമല്ലാത്ത പദ്ധതികൾ നിർദ്ദേശിക്കുക വഴി സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടം DMRC വരുത്തിയിരിക്കുകയാണെന്ന് സിറ്റിസൺസ് വോയിസ് കോഴിക്കോട് പറഞ്ഞു. ഭീമമായ നിർമ്മാണ ചെലവ് കുറച്ചു കാണിച്ചും തുടർ ചെലവുകൾ മറച്ചുവെച്ചും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലൈറ്റ് മെട്രോ പദ്ധതിയല്ല ആവശ്യമെന്നും മോണോറെയിൽ പദ്ധതിക്ക് വേണ്ടി രൂപീകരിച്ച മോണോറെയിൽ കോർപ്പറേഷൻ പിരിച്ചുവിടണമെന്നും ഡോക്ടർ A. അച്യുതൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. താമരശ്ശേരി രൂപതയുടെ സേവന വിഭാഗമായ സെന്റർ ഫോർ ഓവറാൾ ഡെവലപ്മെന്റ് COD രജത ജൂബിലി ആഘോഷിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഗ്രാമിക 2014 സമൃദ്ധി ഫെസ്റ്റ് കാർഷിക വിജ്ഞാന പ്രദർശനമേള ഡിസംബർ 27 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ മുന്നോടിയായി കേരള പിറവി ദിനത്തിൽ താമരശ്ശേരി കാരാടിയിൽ ജൂബിലി വിളംബര ജാഥ നടത്തും. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഫാദർ റോയ് തേക്കുംകാട്ടിൽ പറഞ്ഞു. ഈ വർഷത്തെ NIT തത്വമേളയുടെ പ്രധാന ആകർഷണമായ ചാർലി റോബോട്ടിനെ പ്രസ് ക്ലബ്ബിൽ പരിചയപ്പെടുത്തി. മനുഷ്യർ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കുന്ന തരത്തിലുള്ളതാണ് ചാർലി എന്ന് പേരിട്ട റോബോട്ട്. സാമൂഹിക പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ ഇത്തരം റോബോട്ടുകളെ പ്രയോജനപ്പെടുത്താമെന്ന് ഉപജ്ഞാതാവ് പ്രൊഫസർ രാജീവ് ഗോസ്ലെ പറഞ്ഞു. വികലാംഗരെയും രോഗികളെയും സഹായിക്കുന്നതിനും ഫോൺ ചെയ്യാനും ഇമെയിൽ ചെയ്യാനും പുസ്തകം വായിക്കാനും ഈ റോബോട്ടിന് കഴിയും. മനുഷ്യരുടെ ആജ്ഞകൾക്കനുസരിച്ച് പാട്ടുപാടാനും നൃത്തം ചെയ്യാനും മനുഷ്യരുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനും കഴിയുമെന്നും രാജീവ് ഗോൺസ്ലെ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള സർവകലാശാല പ്രായത്തെ അതിജീവിച്ച വളർച്ച നേടിയിരിക്കുകയാണെന്ന് മന്ത്രി MK മുനീർ. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണ നൽകുമെന്നും മന്ത്രി. SK പൊറ്റക്കാടിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ടെന്ന് പിണറായി വിജയൻ. SK പൊറ്റക്കാട് രാഷ്ട്രീയ സഞ്ചാരപഥം പ്രകാശനം ചെയ്തു. സഹകരണ ബാങ്കിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. ജില്ലാ സഹകരണ ബാങ്കിന്റെ സംസ്ഥാന സഹകരണ അവാർഡുകൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.